ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷം 16-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ഇന്നിവിടെ വിവരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, യജമാനൻ ആരോടാണ് കണക്ക് ബോധിപ്പിക്കാൻ പറയുന്നത്? ഉത്തരം, കാര്യസ്ഥനോട്. രണ്ടാമത്തെ ചോദ്യം, യജമാനനോട് കടം വാങ്ങിയ ഒന്നാമൻ എന്താണ് കൊടുക്കാനുണ്ടായിരുന്നത്? ഉത്തരം, 1000 ബത്ത് എണ്ണ. മൂന്നാമത്തെ ചോദ്യം, 100 ബത്ത് എണ്ണ എങ്ങനെ എഴുതിയെടുക്കാനാണ് കാര്യസ്ഥൻ ആവശ്യപ്പെടുന്നത്? ഉത്തരം, 50 ബത്ത എണ്ണ എന്ന് ആക്കി എഴുതിയെടുക്കാനാണ് കാര്യസ്ഥൻ ആവശ്യപ്പെടുന്നത്. 4. രണ്ടാമൻ എന്താണ് കൊടുക്കുവാനുണ്ടായിരുന്നത്? ഉത്തരം, 100 കോർ ഗോതമ്പ്. അഞ്ചാമത്തെ ചോദ്യം, 100 കോർ ഗോതമ്പ് എത്രയായാണ് തിരുത്തി എഴുതുന്നത്? ഉത്തരം, 80 കോർ എന്നാണ് തിരുത്തി എഴുതുന്നത്. 6. ഈ യുഗത്തിൻ്റെ സന്തതികൾ തങ്ങളുടെ തലമുറയിലെ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ എങ്ങനെയുള്ളവരാണ്? ഉത്തരം, ബുദ്ധിമാന്മാർ. ഏഴാമത്തെ ചോദ്യം, അധാർമിക സമ്പത്ത് കൊണ്ട് എന്ത് സമ്പാദിച്ചു കൊള്ളാനാണ് ആവശ്യപ്പെടുന്നത്? ഉത്തരം, സ്നേഹിതരെ. എട്ടാമത്തെ ചോദ്യം, അധാർമിക സമ്പത്തും സ്നേഹിതനും നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ എവിടെയാണ് സ്വീകരിക്കുന്നത്? ഉത്തരം, നിത്യകൂടാരത്തിൽ. 9. ചെറിയ കാര്യത്തിൽ വിശ്വസ്തർ എന്ത് കാര്യത്തിലും വിശ്വസ്തരായിരിക്കുമെന്നാണ് വചനം പറയുന്നത്? വലിയ കാര്യത്തിലും എന്നതാണ് ഉത്തരം. 10ാമത്തെ ചോദ്യം, ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 13 പ്രകാരം ഒരു ഭൃത്യനെ എത്ര യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, 2 യജമാനന്മാരെ. 11. ദൈവത്തെയും ഡേഷനെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉത്തരം, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 12. ദൈവം നിങ്ങളുടെ ഡേഷിനെ അറിയുന്നു. ഹൃദയം എന്നതാണ് ഉത്തരം. ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, മനുഷ്യന് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ എങ്ങനെയാണ്? നികൃഷ്ടം എന്നതാണ് ഉത്തരം. 14. ഡേഷിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഉത്തരം, നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എന്നതാണ് ഉത്തരം. 15. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്താണ് ചെയ്യുന്നത്? വ്യഭിചാരം എന്നതാണ് ഉത്തരം. 16. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? അതിൻ്റെയും ഉത്തരം വ്യഭിചാരം എന്ന് തന്നെ. 17. ധനവാന്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ആര്? ഉത്തരം, ലാസർ. 18. ലാസർ മരിച്ചപ്പോൾ ആരാണ് അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത്? ദൈവദൂതന്മാർ എന്നതാണ് ഉത്തരം. 19. ധനവാന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നെന്നാണ് അബ്രഹാത്തിനോട് പറയുന്നത്? ഉത്തരം, 5 സഹോദരന്മാർ. 20. സഹോദരന്മാർക്ക് ആരൊക്കെയുണ്ടെന്നാണ് അബ്രഹാം പറയുന്നത്? സഹോദരന്മാർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്നാണ് അബ്രഹാം പറയുന്നത്. നിങ്ങൾ ശരിയായി കേട്ട് പഠിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.